എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. ഞാൻ ഇന്ന് വേദനയെക്കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയാണ്. അതുകൊണ്ട് എനിക്ക് അത് പറയാനാണ് ഇപ്പോൾ താല്പര്യം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ഓപ്പറേഷന് മുമ്പ് ഞാൻ പലവരോടും വേദനയെ പറ്റിയിട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആരും എൻ്റെ അടുത്ത് ഇത്രയധികം വേദനയെ പറ്റി പറഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി വന്നിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കും. അപ്പോൾ കുറച്ച് വേദന ഉണ്ടാവും, അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. ആ കുറച്ച് വേദന എന്നുള്ളത് ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കി. അപ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇതൊരു ഉപയോഗമാവും എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. എനിക്കും ഒരുപാട് ഇങ്ങനെ ഇതിനെ പറ്റി പറയാനുണ്ട്. അതായത് ഫിസിയോതെറാപ്പിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കാല് മടക്കാൻ വരും. ഫസ്റ്റ് കാലൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കും. അതൊക്കെ വേദന എടുത്താലും അതൊക്കെ ചെയ്യാൻ പറ്റും. അവസാനം കാല് പൊക്കാൻ പറയും. അപ്പോൾ ഭയങ്കര വേദന. ആ വേദനയോടൊപ്പം തന്നെ എനിക്ക് കഴുത്ത്, നടു, കൈ ഒക്കെ വേദനയാണ്. ഭയങ്കര വേദനയാണ്. എല്ലാവർക്കും ഇതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. എൻ്റെ ബോഡിയുടെ പ്രത്യേകത കാരണമായിരിക്കും എനിക്കിത്ര വേദന. അപ്പോൾ എനിക്കിത് പറയാണ്ടിരിക്കാനും പറ്റണില്ല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് കാല് മടക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു തരം വേദനയാണ്. അത് ആ ജീവൻ അവിടെ പോയി ഇവിടെ വരുന്ന വേദനയാണ്. ഓരോ പ്രാവശ്യവും ഭയങ്കരമായിട്ട് നിലവിളിക്കും ഞാൻ. പക്ഷെ മടക്കാൻ ഒട്ടും പറ്റുന്നില്ല. 12 ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. മടക്കാൻ എനിക്ക് പറ്റുന്നേ ഇല്ല. ബാക്കിയുള്ളതൊക്കെ ഞാൻ വേദനിച്ച് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോഴേക്കും ബാക്ക് പെയിനായി, കയ്യിലെ മസിൽസൊക്കെ ടൈറ്റായിട്ടായിരിക്കണത്. അപ്പോൾ കൈ വേദന, കഴുത്ത് വേദന, തലവേദന, സർവത്ര വേദനകളാണ് ഈ സമയത്ത് വരുന്നത് എനിക്ക്. അതുകൊണ്ട് ചെയ്യുമ്പോൾ കരഞ്ഞാണ് ചെയ്യുന്നത്. അത് പെർഫെക്ഷൻ ആവുന്നില്ല. അത് കാരണം അതായാലേ കാര്യമുള്ളൂ എന്നാണ് ഈ ഫിസിയോ പറയുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് ആവുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കത് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. ഇനി എന്താ വേണ്ടതെന്നുള്ളത് തന്നെയാണ് എന്നും എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ ഞാൻ ഫ്ലെക്സിബിൾ കരുതി നടക്കുന്നുണ്ട്. വേദനിച്ചാലും കുറച്ചൊക്കെ എക്സസൈസ് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആയിട്ടും ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് കാല് മടക്കുമ്പോഴുള്ള വേദന പറയാൻ സാധിക്കാത്തതിലപ്പുറമാണ് എനിക്ക്. അപ്പോൾ ഈ വിവരം എല്ലാവർക്കും അത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, ഇത്രയും വേദനയെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു ഓപ്പറേഷന് മുതിർന്ന അവർക്കത് സഹിക്കാൻ പറ്റും. ഞാനിത് മുമ്പേ അത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം വിഷമം ആയത്. ആരും എന്നോട് അത്രയധികം വേദന പറഞ്ഞിരുന്നില്ല. സാരമില്ല, 1 മാസത്തിനുള്ളിൽ ശരിയാകും, അത് കുറച്ചൊക്കെ ഒരു വേദന ഉണ്ടാവും, ഇത്രയ്ക്കൊക്കെ പറഞ്ഞുള്ളൂ. ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചവരോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായി, ഇനി ഇങ്ങനെ വേദനിച്ചിട്ട് ഇനി എത്ര ദിവസം കൂടി ഇങ്ങനെ വേദന അനുഭവിക്കണം എന്നുള്ളത് എനിക്കും അറിയണില്ല. അതാണ് ഇപ്പം ഇന്ന് ഇത്രയും പറയാനുള്ളൂ. എനിക്ക് വേദന ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് പറയാനും പറ്റുന്നില്ല അത് കാരണം. അപ്പോൾ ശരി, ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.